ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയാണ്, ഞായറാഴ്ച. നമ്മൾ വീട്ടിലിരുന്ന് പൊങ്കാല ഇടുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. വീട്ടിലിരുന്നാണ് നമ്മൾ പൊങ്കാല ഇടുന്നതെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ ഭണ്ഡാരടുപ്പിലേക്ക് തീ പകരുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലെ അടുപ്പിലേക്കും നമ്മൾ തീ പകരണം. സമയം ഞാൻ നാളെ വൈകുന്നേരം ഒരു വീഡിയോ ആയിട്ട് എല്ലാവരെയും അറിയിക്കാം. നാളെ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. പോയിട്ട് വരുമ്പോൾ കുറച്ച് കാഴ്ചകളും കൂടെ പകർത്താമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പകർത്താൻ പറ്റുമെങ്കിൽ അക്കൂട്ടത്തിൽ കൃത്യമായ സമയം ഞാൻ ഇടാം. ഭണ്ഡാരടുപ്പിലേക്ക് തീ പകരുന്ന സമയവും അതുപോലെ തന്നെ തളിക്കുന്ന സമയവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് പൊങ്കാല ഇടുന്നവർ ചെയ്യേണ്ടുന്ന കാര്യം ആ കൃത്യസമയത്ത് തന്നെ നമ്മുടെ അടുപ്പിലേക്കും തീ പകരുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് തീ പകരേണ്ടത്? നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അടുപ്പ് എല്ലാം ഒരുക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക. നമ്മുടെ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. പുതിയ മൺകലമായിരിക്കണം. ആ മൺകലത്തിൽ ജലമെടുത്ത് നമ്മൾ അടുപ്പിൽ വെക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ നിലവിളക്ക് നമ്മൾ കത്തിച്ച് വെക്കുക. ഗണപതി ഒരുക്ക് വെക്കുക. ഗണപതി ഒരുക്ക് വെച്ച് നമ്മുടെ അടുപ്പൊക്കെ നമ്മളൊന്ന് അരിപ്പാവൊക്കെ കൊണ്ട് അണിയാമെങ്കിൽ വളരെ നല്ലത്. അതല്ലെങ്കിൽ ചന്ദനമൊക്കെ ഒന്ന് തൊട്ട് അതിനൊന്ന് ശുദ്ധീകരിക്കുക. അതിനുശേഷം വേണം നമ്മൾ കലം അടുപ്പയിലോട്ട് വെക്കാനായിട്ട്, വെള്ളമായിട്ട്. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ നിലവിളക്കിൽ നിന്നും നമ്മൾ ദീപം പകരുക. എങ്ങനെയാണ് പകരേണ്ടത്? പേപ്പർ കൊണ്ട് കത്തിച്ചോ അതേ ലൈറ്റർ കൊണ്ട് കത്തിച്ചോ ഒന്നും ആവരുത്. ചൂട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചൂട്ടെന്നാണ് പറയുന്നത്. അതായത് ഓല ഉണങ്ങിയ സാധനം ഉണ്ടല്ലോ, അത് കൊണ്ടുവേണം നമ്മൾ അടുപ്പിൽ നിന്നും കത്തിക്കാനായിട്ട്. നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന വിറകുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ തെങ്ങിൻ്റെ ഓല ഉണങ്ങിയത്, ഞങ്ങളുടെ നാട്ടിലതിനെ ചൂട്ടെന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും മറ്റു പലതുമാണ് പറയുന്നത്. ആ ഓല ഉണങ്ങിയത് ചൂട്ടും, പിന്നെ കൊതുമ്പ് എല്ലാവർക്കും അറിയാമല്ലോ, കൊതുമ്പ്. ഇത് രണ്ടെണ്ണമാണ് പൊങ്കാല ഇടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ വിറകായിട്ട് ഉപയോഗിക്കാവുന്നത് പ്ലാവിൻ്റെ വിറക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ 3 സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത്. കൊതുമ്പും ചൂട്ടും മാത്രമായാലും മതി. വിറക് ഉപയോഗിക്കുമ്പോൾ പ്ലാവിൻ്റെ വിറക്, അതിൻ്റെ ചെറിയ വിറക് നമുക്ക് ഈ നമ്മുടെ മില്ലിലൊക്കെ കിട്ടുമല്ലോ, അത് മേടിച്ചിട്ട് അത് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് ചൂട്ടും കൊതുമ്പും ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ചൂട്ട് കൊണ്ട് നമ്മുടെ വിളക്കിൽ നിന്നും നാളം പകരുക, ഭണ്ഡാരടുപ്പിൽ പകരുന്ന ആ സമയത്ത് തന്നെ. അതിനുശേഷം നമ്മൾ ആ സമയമെല്ലാം ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം, അമ്മേ നാരായണ എന്ന ആ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ വെള്ളം നന്നായി തിളയ്ക്കേണ്ട, നന്നായിട്ടൊന്ന് നമുക്കറിയാവില്ല അരിയിടുന്ന ഒരു സമയം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ അരി കഴുകി അരി ഇടുന്നതിന് മുമ്പും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ അരിയിടാനായിട്ട്. ഓരോ തവണ നമ്മൾ ഓരോ കൈ ഇടുമ്പോഴും ഭഗവതിയെ പ്രാർത്ഥിച്ച് നമ്മുടെ പൊങ്കാല സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അരിയിടാനായിട്ട്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അരി നന്നായി തിളച്ച് ചോറാകുന്ന, അതായത് ആ പായസത്തിലേക്ക് വേവാകുന്ന സമയത്ത് നമ്മൾ ശർക്കരയും പഴമുണ്ടെങ്കിൽ പഴവും തേങ്ങയും ഒക്കെ ചേർക്കാം, നെയ്യ് ചേർക്കാം, മുന്തിരിങ്ങയൊക്കെ ചേർക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അങ്ങനെ നമ്മുടെ പൊങ്കാല പായസം തയ്യാറായി കഴിയുമ്പോൾ, അതുപോലെ ഇളക്കാനായിട്ട് നമ്മൾ പുതിയ തവി വേണം ഉപയോഗിക്കാനായിട്ട്. എല്ലാം പുതിയതാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ മീനൊന്നും വെട്ടുന്ന പിച്ചാത്തി കൊണ്ടൊന്നും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഈ സാധനങ്ങളൊന്നും മുറിക്കരുത്. ഒരു പുതിയ പിച്ചാത്തിയോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്.
അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്കറിയാം, സാധാരണ പൊങ്കാല ഇടുന്ന എല്ലാവർക്കും അറിയാം. അതിനുശേഷം പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഇല കൊണ്ട് പൊങ്കാലക്കലം അടച്ചു വെക്കുക. ഇല എന്നുദ്ദേശിച്ചത് വാഴയിലയാണ്. അപ്പോൾ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കലത്തിൻ്റെ കഴുത്ത് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു പുതിയ പൂമാലയൊക്കെ കെട്ടി വെക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം ഒരു അലങ്കാരം ദേവിക്ക് നമ്മൾ കൊടുക്കുമല്ലേ. അപ്പോൾ അതിന് മുമ്പ് പൂമാല കെട്ടുമ്പോൾ, അതായത് നമ്മൾ പൊങ്കാല ഇടുന്നതിന് മുമ്പ് പൂമാല കെട്ടിയ കലത്തിൽ നമ്മൾ പൊങ്കാല ഇടും. അപ്പോഴേക്കും പക്ഷേ ഈ തീയൊക്കെ കൊണ്ടിട്ട് ഈ പൂമാല അങ്ങ് കത്തിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ പുതിയൊരു പൂമാല കെട്ടി വെച്ച് ഭംഗിയായിട്ട് അങ്ങനെ വെക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഇല കൊണ്ട് അടച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ തവിയൊക്കെ വെച്ച് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് ആ അടുപ്പിൽ നിന്നും വാങ്ങരുത്, അതവിടെ തന്നെ വെക്കുക. ഈ മണ്ടപ്പുറ്റുണ്ടാക്കുന്നവരാണെങ്കിൽ കലം വാങ്ങി വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി കുട്ടകം അടുപ്പിൽ വെച്ച് മണ്ടപ്പുറ്റും കൂടെ ഉണ്ടാക്കാം. അതല്ലാത്തവരാണെങ്കിൽ പൊങ്കാലക്കലം അവിടെ തന്നെ ഇരുന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ തീ ഉണ്ടെങ്കിൽ തീ മാറ്റിക്കോണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പൊങ്കാല തിളച്ചു തൂകുന്ന സമയത്ത് നമ്മൾ കുരവയിട്ടൊക്കെ ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുരവിടാൻ അറിയാൻ മേലാത്ത ആളുകളാണെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ച് നമ്മുടെ പൊങ്കാല സ്വീകരിക്കണം എന്ന് ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കണം. അത് ചെയ്യേണ്ടതാണ്. മണ്ടപ്പുറ്റുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിച്ചു. മണ്ടപ്പുറ്റുണ്ടാക്കുന്നത് നമ്മുടെ ചെറുപയർ എല്ലാം ഒരേ അളവാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയർ എടുക്കുക. അതിനുശേഷം ആ ചെറുപയർ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഉണക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുക, കരിയരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് ചെറിയ തരി, ഒരുപാട് തരിയല്ല, വലിയ വലിയ തരികളല്ല, എന്നാലും ഒരു ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് പാറ്റി എടുത്ത് കഴിയുമ്പം അതിൻ്റെ ആ പച്ചത്തൊലിയൊക്കെ കുറേ കരിന്തൊലിയൊക്കെ പോകും. അങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക. ഇനി അതല്ല, നമുക്ക് ഇപ്പം പാറ്റി എടുക്കാനൊന്നും നമുക്ക് അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പരിപ്പ് വെക്കാനായിട്ട് ചെറുപരിപ്പ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആ ചെറുപരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അതും ഈ പറഞ്ഞതുപോലെ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. കളറ് പിന്നെ കരിഞ്ഞൊന്നും പോകരുത്, ഡ്രൈ റോസ്റ്റ് ചെയ്താൽ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് പോയി പൊടിക്കാൻ പരുവമാകണം. അത് നമ്മളൊന്ന് ചെറിയ തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കുക. അതൊരു ഗ്ലാസ്. ഇതിലേതെങ്കിലും ഒന്ന് മതി. ഒന്നുകിൽ ചെറുപയർ പൊടിച്ച് നമ്മൾ പാറ്റി എടുത്ത് കഴിയുമ്പോൾ ഒരു കപ്പ് വേണം. ചെറുപരിപ്പാകുമ്പോൾ നമ്മൾ പാറ്റുമൊന്നും വേണ്ട, കാരണം അതിന് കരിന്തൊലി ഇല്ലല്ലോ. അത് ഒരു കപ്പ്, ഏതെങ്കിലും ഒന്ന്. അതിനുശേഷം ഒരു കപ്പ് പയറ് പൊടിയാണെങ്കിൽ ഒരു കപ്പ് വറുത്ത പുട്ടിൻ്റെ അരിപ്പൊടി, അതായത് ചെറിയ തരിതരിപ്പുള്ള പൊടി, അപ്പത്തിൻ്റെ പൊടിയല്ല. അപ്പോൾ ചെറുപരിപ്പിൻ്റെ പൊടി ഒരു കപ്പ് വറുത്ത അരിപ്പൊടി, ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് ശർക്കര പൊടിച്ചത്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നമ്മളൊരു പാത്രത്തിൽ, പുതിയ പാത്രം വേണം, ആ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ച് വരുമ്പോഴത്തേക്ക് ഈ ശർക്കരയുടെയും തേങ്ങയുടെയും എല്ലാം ജലാംശം അതിലേക്ക് വന്നിട്ട് ആ ജലത്തിൽ തന്നെ ഇത് ഇങ്ങനെ നനഞ്ഞ് നമുക്ക് ഉരുട്ടാൻ പരുവത്തിനാകും. അപ്പോൾ ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വരും. നമുക്ക് നന്നായിട്ട് പിടിച്ച് ഉരുട്ടാൻ പരുവത്തിനാകും. വെള്ളം നമ്മൾ സാധാരണ ചേർക്കാറില്ല. അഥവാ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒരു നുള്ളെങ്ങാനും ചേർക്കാം. അതായത് നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെയൊന്നുമല്ല, ഇച്ചിരി റഫായിട്ടിരിക്കും. അത് നമുക്ക് ഉരുട്ടുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റണം, പൊടിഞ്ഞു പോകരുത്. അതിനുവേണ്ടി ആ നല്ല തേങ്ങ എടുത്താൽ മതി. ആ തേങ്ങയുടെ ജലാംശം കൊണ്ട് നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ശകലം തേങ്ങയും കൂടെ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ശർക്കരയ്ക്കും ജലാംശം ഉണ്ടല്ലോ. അങ്ങനെ അത് നന്നായിട്ട് കുഴയ്ക്കണം. കുറച്ച് നേരം നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴേക്കും അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പരുവാവും. അങ്ങനെ ഉരുട്ടി നമ്മളൊരു ഇച്ചിരി വലിയ ഒരു കൊഴുക്കട്ടയുടെ പോലെ, തീരെ ചെറുതല്ല, ഇച്ചിരി വലിപ്പത്തിൽ അങ്ങനെ നമ്മൾ ബോളാക്കി എടുക്കുക. ഉരുട്ടി ബോളാക്കി എടുത്തിട്ട് ചിലർ അതിൽ ദേവിയുടെ മൂക്കും കണ്ണുമൊക്കെ പോലെ ഇങ്ങനെ രൂപം പോലെ പിടിപ്പിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അതൊരു ഒരുമാതിരി വലിയ ബോളുകൾ പോലെ, ഉരുളകൾ പോലെ ഉരുട്ടി നമ്മൾ പുതിയ ഇഡ്ഡലി കുട്ടകം മേടിക്കണം.
അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് ഉരുട്ടി ഉരുട്ടി ആ തട്ടിൻ്റെ മണ്ടയ്ക്ക്, ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ തട്ടുണ്ടല്ലോ, വെള്ളത്തിലല്ല, ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ തട്ടയിൽ നമ്മൾ ഉരുട്ടി വെക്കണം. വെച്ചിട്ട് ആവിയിൽ വേവിക്കണം. ഒരെണ്ണത്തിൽ ഇങ്ങനെ ദേവിയെ സമർപ്പിച്ചിട്ട് കണ്ണും മൂക്കും പോലെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ലതാണ്. അത് വളരെ നല്ലതാണ്. നമുക്ക് സ്ഥിരമായിട്ട് ശിരോരോഗം, അതായത് തലവേദനയൊക്കെ എടുത്ത് ബുദ്ധിമുട്ടുന്നവർക്ക് ദേവിക്ക് ഈ മണ്ടപ്പുറ്റ് വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് അത് ആവിയിൽ വെന്ത് കഴിയുമ്പം നമുക്ക് അതും മാറ്റി വെക്കാം. എന്നിട്ട് തളിക്കുന്ന സമയത്ത് നമുക്ക് അത് നമ്മൾ വീട്ടിൽ തളിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തളിക്കുന്ന ആ സമയത്ത് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കിണ്ടിയിൽ ജലം എടുത്തിട്ട് അതും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് തളിച്ചിട്ട് നമുക്ക് നമ്മുടെ പൊങ്കാല ദേവിയെ സമർപ്പിക്കാം. വീട്ടിലിരുന്ന് ചെയ്യുന്നവർ നന്നായി ആ സമയത്തൊക്കെ സഹസ്രനാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഇനി അല്ലാത്ത സ്ഥലങ്ങളിൽ പൊങ്കാല ഇടുന്ന ആളുകളാണെങ്കിൽ സമയമൊന്നും അവർക്ക് പറയണ്ട, കാരണം അത് കറക്റ്റ് സമയത്ത് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തോളും. അപ്പം മണ്ടപ്പുറ്റുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക. അതായത് വറുത്ത അരിപ്പൊടി, അത് പുട്ടിൻ്റെ പൊടിയാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ പയറുപൊടി, അത് ചെറുപയറാകാം ചെറുപരിപ്പാകാം. ചെറുപയറാണെങ്കിൽ ഒന്ന് പേറ്റിയെടുക്കണം. പേറ്റിയെടുത്ത് കഴിയുമ്പോൾ ഒരു കപ്പ് ആയിരിക്കണം. അങ്ങനെ ഒരേ അളവിൽ തേങ്ങയും അങ്ങനെ തന്നെ എടുക്കുക, ശർക്കരയും പൊടിച്ചതും അങ്ങനെ തന്നെ എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഇത് ചേർക്കാം കേട്ടോ, വേണമെങ്കിൽ അല്പം ഏലക്കാപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. കാരണം ചിലർക്ക് ആ ചെറുപയറിൻ്റെ ആ ഒരു മണം ഏലക്കാപ്പൊടിയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും. സാധാരണ ചേർക്കാം, ചിലർ ചേർക്കത്തില്ല. എന്തായാലും ഇതാണ് അതിൻ്റെ അളവ്. നന്നായി കുഴയ്ക്കണം. നന്നായി കൈകൊണ്ട് കുറച്ച് നേരം കുഴച്ച് കഴിയുമ്പോഴാണ് ആ ജലമൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആകുന്നത്. നന്നായി ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതി വരെ കുഴയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് വെന്ത് വരുമ്പോൾ. അതുകൊണ്ട് അഥവാ നിങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല, തേങ്ങയ്ക്കൊന്നും ഒരു ജലാംശമില്ലെങ്കിൽ ചൂടുവെള്ളം 1-2 സ്പൂണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ചൂടുവെള്ളം. അല്ലെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്താലും മതി. അങ്ങനെയാണ് മണ്ടപ്പുറ്റുണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പുതുവസ്ത്രം ധരിച്ച് പൊങ്കാല ഇടണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ സെറ്റ് മുണ്ടൊക്കെ വളരെ വിലക്കുറഞ്ഞ കടകൾ രീതിയിൽ പോലും കിട്ടും. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് മേടിച്ചോ അല്ലെങ്കിൽ നമുക്ക് ചുരിദാറോ എന്ത് വേണേൽ ഇടാം. പക്ഷെ ഒരു പുതുവസ്ത്രം ഇട്ടുകൊണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അലക്ക് വസ്ത്രമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. സാധാരണ അല്ലാതെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഇടരുത്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തലേ ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക. പൊങ്കാലയെല്ലാം ഇട്ട് കഴിയുന്നിടം വരെ നമ്മൾ സാധാരണ ഒന്നും കഴിക്കാറില്ല. പൊങ്കാല ഇട്ട് വാങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമാണ് തളിക്കാനായിട്ടുള്ള സമയം വരുന്നത്. അതായത് പൊങ്കാലക്കലം അടുപ്പിൽ നിന്നും വാങ്ങിയതിന് ശേഷം നമുക്ക് ആഹാരം കഴിക്കാം. അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇനി അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് ചായയോ ഒക്കെ കഴിക്കാം. കാരണം അസുഖമുണ്ടല്ലോ. കാരണം ഈ വെയിലത്തൊക്കെ നിന്ന് പൊങ്കാല ഇടുമ്പോൾ ചിലപ്പം തല കറങ്ങാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ളവർ അതനുസരിച്ചിട്ട് ചെയ്യുക. അതല്ലാതെ സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ പൊങ്കാല ഇടുമ്പോൾ സൂക്ഷിക്കണം. തീയൊക്കെയാണ്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം ഒരേ അളവാണ് എടുക്കേണ്ടത്. അതായത് ചെറുപരിപ്പിൻ്റെ പൊടി അല്ലെങ്കിൽ ചെറുപയർ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി, ചെറുപരിപ്പായാലും ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട്. അത് ചെറിയ തരി, ഒരുപാട് വലിയ തരിയല്ല, ചെറിയ ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുക. അതുപോലെ അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയാണ്, ചെറിയ തരിതരിപ്പുള്ള പൊടിയായിരിക്കണം. ശർക്കര അതേപോലെ തന്നെ ഒരു കപ്പ് തിരുമ്മിയ തേങ്ങ, ഇതാണ് ഉപയോഗിക്കുന്നത്. തീരെ പാടാണെങ്കിൽ മാത്രം 1-2 സ്പൂണ് ചെറിയ ചൂടുവെള്ളം, അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ കുഴച്ച് ഉരുട്ടി വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പൊങ്കാല ഇട്ട് കഴിയുന്നിടം വരെ പരമാവധി സമയം പ്രാർത്ഥിക്കുക. അതിനുശേഷം വേണമെങ്കിലും നമുക്ക് ഈ അടുപ്പിൽ നമ്മൾ തീയൊക്കെ കൂട്ടി നമ്മൾ അരിയൊക്കെ ഇട്ട് ആ സമയത്തൊക്കെ നമുക്ക് ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ അമ്മേ നാരായണയൊക്കെ നമുക്ക് ജപിക്കാം.
പൊങ്കാലയിട്ട് വാങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ ഇരുന്ന് ജപിക്കാം. അതൊക്കെ ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരമാവധി പ്രാർത്ഥിക്കുക, നമ്മുടെ പൊങ്കാല സ്വീകരിക്കണമേ ദേവി എന്ന് പ്രാർത്ഥിക്കുക. എല്ലാം ഭംഗിയായിട്ട് വരാൻ ഗണപതി ഭഗവാന് നമ്മൾ ഗണപതി ഒരുക്കൊക്കെ വെക്കുക. ഇപ്പം പുറത്ത് പോയിട്ട്, അതായത് നമ്മൾ സാധാരണ പൊതുസ്ഥലത്ത് ആണ് പൊങ്കാല ഇടുന്നതെങ്കിൽ ഗണപതി ഒരുക്കൊന്നും അവിടെ കളഞ്ഞേച്ച് പോരരുത്. അത് നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് വരണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഉപയോഗിക്കേണ്ട വിറകുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പൊങ്കാല ഇടുക. പൊങ്കാല ഇടാൻ പറ്റാത്തവരൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പൊങ്കാല ഇടുക. ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ പറ്റാത്തവർ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി 7 മാസം ഗർഭിണികൾ 7 മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊങ്കാല ഇടത്തില്ല. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും നന്നായി പൊങ്കാല ഇടാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയട്ടെ. പൊങ്കാല ഇടാൻ പറ്റാത്തവരെല്ലാവരും പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.